ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രോഡിൻ്റെ സാധ്യതകളെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലാ കടയിലും എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് GSTയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ GST നമ്പർ അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രകാരമുള്ള അവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലുള്ള GST തന്നെയാണ് അവർ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 3 രീതിയിലാണ് അനധികൃതമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കാനായിട്ട് ഒരു സ്ഥാപനത്തിന് GST വഴി പറ്റുക. അതിൽ ആദ്യത്തേത്, ഒരു പ്രൊഡക്റ്റിൻ്റെ ടാക്സ് റേറ്റ്. എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ടാക്സ് റേറ്റിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല, അല്ലേ? ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ടാക്സ് റേറ്റ്സ് അറിയാമെന്നുള്ളതല്ലാതെ പൊതുജനങ്ങൾക്ക് അതിൻ്റെ ടാക്സ് റേറ്റ്സ് അറിയില്ല. അപ്പോൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റ്സിനേക്കാൾ കൂടുതൽ ടാക്സ് നമ്മുടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് അധികമായിട്ടുള്ള പൈസ അവർക്ക് ഈടാക്കാൻ പറ്റും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, രജിസ്ട്രേഷൻ ഇല്ലാത്തൊരാൾ പല ബില്ലുകളിലും രജിസ്ട്രേഷൻ നമ്പറോ കാര്യങ്ങളോ ഒന്നും എഴുതാത്ത പല ബില്ലുകളിലും ആൾക്കാർ GST എന്ന് പറഞ്ഞ് അധികമായിട്ടുള്ള എമൗണ്ട് കൈപ്പറ്റുന്ന രീതി നമ്മൾ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രജിസ്ട്രേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ ബില്ലിൽ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ആ GST രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ ആ സ്ഥാപനത്തിൻ്റെ ഏതാണോ ഓഫീസ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ റിസപ്ഷനിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഈ രജിസ്ട്രേഷൻ ഉള്ള ആളാണോ നമ്മുടെ നിന്ന് GST കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, കോമ്പോസിഷൻ സ്കീമിലുള്ള ആൾക്കാർ. കോമ്പോസിഷൻ സ്കീമിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും GST കളക്ട് ചെയ്യാനുള്ള അവകാശമില്ല. അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് GST കൊടുക്കാനാണ് അവരുടെ ബാധ്യത.